നിവിൻ പുറത്ത് വന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടാലോ? സൂപ്പർ കാര്യമാ, കേൾക്കാം. എന്നെക്കാട്ടി കൂടുതൽ അവിടെ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾ ഗെയിം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. സോ അത് എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോള് പറഞ്ഞാൽ ഒരു എക്സ്റ്റെന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്നെക്കാട്ടി കൂടുതൽ അവിടെ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾ അത് ശരിയാണ്, പുള്ളിക്കാരൻ ആക്റ്റീവ് അല്ലാത്ത ഒരാളുണ്ടായിരുന്നു, സാബുമോൻ പുറത്താകണമെന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഒരു ഇത്. പക്ഷേ എന്തുകൊണ്ട് ഇയാൾ പുറത്തായി എന്നുള്ളത് എനിക്കറിയത്തില്ല. എനിവേ, പുള്ളി പറഞ്ഞത് കേട്ടില്ല, ഒരു എക്സ്റ്റെന്റ് വരെ അനുമോൾ പറഞ്ഞത് കറക്റ്റ് ആണെന്ന്. എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് അർത്ഥം. എൻ്റെ പൊന്നു ലാലപ്പ, നാണുണ്ടോ നിങ്ങൾക്ക്? നാണമുണ്ടോ മോഹൻലാലേ? നാണമുണ്ടോ തനിക്ക്? ഇതാണോ പ്രോഗ്രസീവ് തോട്ട്? ഇതിനെയാണോ പ്രോഗ്രസീവ് തോട്ട് എന്ന് പറയുന്നത്? അനുമോൾ പുറത്ത് വന്ന അനുമോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം, നാണമുണ്ടോ മോഹൻലാലേ എന്ന്. നാണം ഉണ്ടോടോ? അവിടെ എന്താണ് നടന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരാൾ ഉമ്മ വയ്ക്കുന്ന ഒരു തെറ്റൊന്നുമല്ല. അയ്യോ, അത് പ്രോഗ്രസീവ് തോട്ടി നല്ലതാണ്. ആർക്കും ആരും ഉമ്മ വയ്ക്കുക, റോട്ടിൽ കിടന്ന് വേണമെങ്കിൽ പ്രോഗ്രാം വരെ ചെയ്യാം. ഐ മീൻ കളി അത് വേണമെങ്കിലും ചെയ്യാം, നോ പ്രോബ്ലം. ഹൂ കേസ്? അത് പബ്ലിക് ന്യൂസൻസ് എന്ന് പറഞ്ഞിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോകും. ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്, പബ്ലിക്കലി ഇതുപോലത്തെ കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ന്യൂസൻസ് നമ്മളെ പിടിച്ച് പോലീസ് പിടിച്ചുകൊണ്ട് പോയി ജയിലിലും കൊണ്ടിടും. 3 മാസം അവിടെ കിടക്കേണ്ടി വരും. അത് മിനിമം 3 മാസം അതിനകത്ത് പിടിച്ചിടും. അപ്പം ഇത്തരം നോൺസെൻസിനെതിരായിരുന്നു ആരും കേസൊന്നും കൊടുക്കാത്തത് കൊണ്ട് ഇവരൊക്കെ രക്ഷപ്പെട്ട് കിടക്കുന്നു. അത്രയേ ഉള്ളൂ. ഈ കാണിക്കുന്ന ഒരു പബ്ലിക് ഷോയാണ്. ഈ പബ്ലിക് ഷോയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കാണാൻ താല്പര്യമില്ല. അത് ഞങ്ങൾക്ക് പറയാമല്ലോ, ആ റൈറ്റ്സ് ഞങ്ങൾക്കില്ലേ? അങ്ങനെയാണെങ്കിൽ അവിടുന്ന് എവിക്റ്റ് ആവേണ്ടത് ജിഷയിലും ആര്യനുമാണ്. അവർ രണ്ടും എവിക്റ്റ് ആയേ പറ്റുമോള്. കാരണം അവരവിടെ കാണിക്കുന്നത് വേറെ, അത് ഓയോ റൂമല്ല, അത് ബിഗ് ബോസ് ആണ്. ഓയോ റൂം ആക്കി നിങ്ങൾ എടുത്തിരുന്നു കഴിഞ്ഞ ബിഗ് ബോസ്. ഫുൾ ഓയോ റൂമിനാണ് കൊടുത്തിരുന്നത്. ജാസ്മിനും ഗബ്രിക്കും കറക്റ്റ് സമയത്ത് പണിഷ്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു കാരണവശാലും അവരത് ഓയോ റൂമാക്കി ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നു. ദേ ആർ നോട്ട് മാരീഡ് ആയിട്ട്. അവരിപ്പോഴും ആ രീതി തന്നെയാണ് നടക്കുന്നത്. കാമിതാക്കളും അല്ല, സുഹൃത്തുക്കളും അല്ല, വേറെന്തരം ഒരു പുതിയ തരം ഒരു ബന്ധം അവർ ക്രിയേറ്റ് ചെയ്ത് അതുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു അവസ്ഥയിലേക്കാണ് ഇവർ രണ്ടുപേരും കൊണ്ടുവരുന്നത്. ജിഷേലിന് ഇത് ജസ്റ്റ് ടൈം പാസ്സാണ്. ഇത് കഴിഞ്ഞാൽ അവളെ വാട് നോക്കിപ്പോവും. പക്ഷെ ആര്യൻ, അവനും അത് തന്നെയാണ്, സമയത്തിന് ഉപകരിക്കാൻ ഒരു പെണ്ണ്, അത്രേ ഉള്ളൂ. അവൻ്റെ ആ പ്രായത്തിനൊത്ത ഒരു സാധനം, അത്യാവശ്യം കുത്തിക്കഴപ്പ് തീരാൻ ഒരുത്തി, അത്രേ ഞങ്ങൾക്ക് മനസ്സിലായുള്ളൂ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു പാവം പെൺകുട്ടിയുടെ ലൈഫ് നിങ്ങൾ ഇല്ലാത്ത രീതിയിൽ മോശപ്പെടുത്തി. അനുമോളെ പറ്റി ആര്യൻ പറഞ്ഞതിനെ ഡിസ്കസ് ചെയ്യാതെ, അതിനെപ്പറ്റി ഒരു ചോദ്യം പോലും ചോദിക്കാതെ, ഈ ജിഷേലും ആര്യനും കാണിച്ചതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മോഹൻലാൽ കാണിച്ചത് ശരിയാണോ തെറ്റാണെന്ന് പ്രവീൺ പറഞ്ഞ ഈ ഒരു വാക്കുകൊണ്ട് ഞാൻ ചോദിക്കും, നാണമുണ്ടോ മോഹൻലാലേ? നിനക്ക് നാണം ഉണ്ടോടോ? വേറെ ആരും കാണാത്തത് നിങ്ങൾ കണ്ടോന്ന് വെച്ചില്ലേ? കണ്ട ഒരുത്തം വന്ന് പറഞ്ഞു, ഇനി താൻ പറയടോ, തനിക്ക് നാണം ഉണ്ടോടോ? തനിക്ക് നാണമുണ്ടോടോ മോഹൻലാലേ? നാണമുണ്ടോടോ? ഇങ്ങനെ ഒരു വിഷയം അവിടെ നടന്നിട്ടുണ്ടെന്നും അത് കണ്ടിട്ടുണ്ടെന്നും ഒരു എക്സ്റ്റെൻറ്റ് വരെ അത് കറക്റ്റാണെന്നും പറയുന്നതിൽ എന്തുവാടോ? ഒന്നിച്ചൊരേ കട്ടിലിൽ കയറി കിടക്കുന്നത് താൻ അലൗഡ് ചെയ്യുമ്പോൾ തന്നെ തൻ്റെ ഉദ്ദേശം എന്താണ്? താൻ അവിടെ എന്തുവാ, പോൺ സൈറ്റാണോ നടത്തുന്നത്? അത് പോൺ വീഡിയോ എടുക്കാനുള്ള സ്ഥലമാണോ? ഞങ്ങൾ തലങ്ങും വിലങ്ങും മറിച്ചും പിടിച്ചും പഠിച്ചും പിടിച്ചും ഒക്കെ നോക്കി ഞങ്ങൾ കണ്ടില്ല എന്ന് ആണോ? പക്ഷെ ഇവരൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് അവർ പറയുന്നില്ല? എന്തുകൊണ്ട് അവരുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചില്ല? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടോന്നൊന്നും ചോദിച്ചില്ലല്ലോ. അതേപോലെ അനുമോള് കാലുകൊണ്ട് ചുരണ്ടി അവനെ കാമാസക്തിയോടെ നോക്കിയെന്ന് പറഞ്ഞില്ലേ? ആ കാര്യം എന്തുകൊണ്ട് ചോദിച്ചില്ല? ഞങ്ങളൊക്കെ കണ്ടതല്ലേ. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ? അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ? അവളുടെ ഫ്യൂച്ചർ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ? എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്യുന്നില്ല? നാണമുണ്ടോടോ? നാണമുണ്ടോടോ? ഒരു അല്പമെങ്കിലും ഉളുപ്പുണ്ടോടോ? തനിക്കുമില്ലോടോ ഒരു മോള്? താൻ ഒരു അല്പം മനുഷ്യത്വം കാണിക്കടോ? എപ്പം നോക്കിയാലും കഴിഞ്ഞ വീക്കിലാളും മിണ്ടിയിട്ടില്ല. എന്നാലും എന്നിട്ട് അനുമോളെ അതെന്താ, അനുമോളെ ഇതെന്താ, തനിക്ക് എന്താടോ? തനിക്ക് അത്ര സൗകര്യക്കുറവുണ്ട്, അതിനെ ഞാൻ ഇറക്കി വിട്. എന്തിനാ അതിന്റെ ജീവിതം നശിപ്പിക്കാൻ അവിടെ വെച്ചിരിക്കുന്നേ? താൻ നടത്തുന്നിട്ട് അത് മറ്റൊരു മേഖലയാണ്, ഓയോ റൂമാണ്. ബിഗ് ബോസ് അല്ല, അത് ഓയോ റൂം. അങ്ങനെയാണ് മനസ്സിലായത്. ഇത്രയും ക്ലിയർ ആയിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് പുറത്തേക്ക് വന്ന് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ എന്ത് അടിസ്ഥാനത്തിലാണ് താൻ അങ്ങനെ നിൽക്കരുതടോ? താൻ എന്തിനാണ് ഈ ഒരു പദവിയും കൊണ്ട് നിൽക്കുന്നത്? താൻ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളാണ്. എവറിത്തിങ് താൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. ഇന്നലെ ഒനീലിന്റെ കേസ് അവൻ മുഴുവൻ ആണുങ്ങളോട് മാപ്പ് പറയാം. പിന്നെ മുഴുവൻ ആണുങ്ങളുടെ പ്രതിനിധിയല്ലേ ഒനീല്? വേറെ ആണുങ്ങളില്ലയോ? ഞങ്ങളുടെ ഒന്നും വീട്ടിൽ ആണുങ്ങൾ ഇങ്ങനെയല്ല. ഒരാൾ സോറി പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യും. മുഴുവൻ ആണുങ്ങളുടെയും പ്രതിനിധിയായിട്ട് നിൽക്കുകയാണ് അയാൾ. ആ മുഴുവൻ ആണുങ്ങളുടെ പറയാം, കണ്ട ആണുങ്ങളൊക്കെ ചെന്ന് കിടന്ന് പെണ്ണുങ്ങളുടെ വയറ്റി പിടിക്കില്ലേ? അവിടെ ഒരുപാട് പേര് വീഴുന്നുണ്ടല്ലോ, ഒരുപാട് പേര് ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. ആർക്കും അങ്ങനെയൊന്നും തോന്നാത്ത എന്താ? മസ്താനിക്ക് അങ്ങനെ തോന്നിയത്, നമുക്കൊന്നും തോന്നാത്ത നിനക്കെന്തിനാ തോന്നിയത്? തനിക്ക് നാണമുണ്ടോടോ മോഹൻലാലേ? തനിക്ക് നാണം ഉണ്ടോടോ? മറ്റാർക്കും തോന്നാൻ തൻ്റെ വയറ്റിലാണോ അവൻ കയറി പിടിച്ചത് ആരുടെ വയറ്റില? മസ്താനിയുടെ വയറ്റിലല്ലേ? അപ്പൊ അവക്കല്ലേ തോന്നേണ്ടത്? തനിക്കെങ്ങനെ തോന്നണോന്നാ? എന്ത് മനുഷ്യനാണോ താൻ?
ഈ ഒരു ഹോസ്റ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഇത് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മിനിമം ക്വാളിറ്റി നിഷ്പക്ഷമായി നിൽക്കുക എന്നുള്ളതാണ്. നിഷ്പക്ഷത തനിക്കില്ല. താൻ ഓൺ സൈഡഡ് ആണ്. തനിക്ക് പ്രോഗ്രസീവ് തോട്ടാണ്. തന്നെ പോലെയല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളും തന്നെ പോലെയല്ല, പറന്നു നടക്കുകയല്ല. താനൊരു സർക്കിളിലാണ് ഉള്ളത്. ആ സർക്കിളല്ല ഇവിടെ ഉള്ളത്. തൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് താൻ ഉള്ള സർക്കിളിലുള്ളവരല്ല. അത് മനസ്സിലാക്കണം. ഞങ്ങൾ മിഡിൽ ക്ലാസ് പീപ്പിൾ ഉണ്ട് ഇവിടെ, അതിന് ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളുടെയൊക്കെ ലൈഫ് ഇതുമായിട്ട് ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. TV വെച്ച് ഇത് കാണണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികൾ വഴിതെറ്റും. ആർക്കും ആരുടെയും ബെഡിൽ കയറി കിടക്കാൻ കെട്ടിപ്പിടിക്കാം എന്ന മെസ്സേജാണോ നിങ്ങൾ കൊടുക്കുന്നത്? അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിനെ എതിർക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ അടിച്ചൊതുക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എതിർക്കരുതെന്നല്ലേ? അതെന്താ നിങ്ങൾ മെസ്സേജ് കൊടുക്കുന്നത്? ഒരു പെണ്ണിനെ ഒരുത്തൻ കയറി പിടിക്കുന്നു, അതിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഷുഡ് സേ സോറി ടു ഹിയർ എന്ന് പറയണം. അവൾ പെണ്ണുങ്ങളുടെ പ്രതിനിധിയല്ലേ? അതെ, ഇതുപോലെ അബ്യൂസ് ചെയ്യുന്ന പെണ്ണുങ്ങളുടെ പ്രതിനിധിയാണ് മസ്താനി. എന്നിട്ട് ഒനിലിനെ കൊണ്ട് മസ്താനി എടുത്ത് സോറി പറയിച്ചോ? ഇല്ല. ശരി, അയാൾക്ക് അതൊരു വലിയ ക്രൈസിസ് ഒരു പ്രോബ്ലം ആവുമെങ്കിൽ ഓക്കെ, അതിന് അവൾ സോറി പറയില്ല. ബോട്ടം ലൈൻ ഓഫ് മൈ ഹാർട്ട് ഐ എം സെയിങ് സോറി എന്ന് പറയുന്നില്ലേ? അത് അവളുടെ ബാഡാണ്. അവൾ അങ്ങനെ അഗ്രസീവായിട്ട് അതിനെ റിയാക്ട് ചെയ്തു. എഗ്രീഡ്. അതിനെ സമ്മതിച്ചു കൊടുക്കുന്നതിന് പകരം ആണുങ്ങളുടെ പ്രതിനിധിയായി അവനിക്ക് സോറി പറയണമെന്ന് പറയുമ്പോൾ ആണത്തോ അങ്ങ് പൊങ്ങി അല്ലയോടോ? ഒരു ഹോസ്റ്റായിട്ട് ഒരു പെണ്ണിനെ വെക്കുകയാണ് വേണ്ടത്. ഈ മോഹൻലാലിനെ അവിടെ വെക്കരുത്, അല്ലെങ്കിൽ കൂടെ ഒരു പെണ്ണിനെയും കൂടെ കൊണ്ടുവന്ന് നിർത്തണം. വെറും മോഹൻലാലിനെ അവിടെ നിർത്തരുത്. ഇത് പാർഷ്യാലിറ്റിയാണ്. ഇത് സ്ത്രീകളെ അവഹേളിക്കലാണ്. ഈ ഷോ സ്ത്രീത്വത്തിന് എഗൻസ്റ്റ് ആണ്. സ്ത്രീകളെ അവഹേളിക്കാൻ മാത്രം നടത്തുന്ന ഒരു വൃത്തികെട്ട ഷോയാണ് ഇതെന്ന് ഞാൻ പറയും. നോക്കൂ, എത്രാമത്തെ പ്രാവശ്യമാണിത് റിപ്പീറ്റഡ്ലി. ഇന്നലെ രാത്രി റെനയുടെ പുറത്തേക്ക് ചാടി അങ്ങ് വീഴുകയാണ് ആര്യൻ. എന്തടിസ്ഥാനത്തിലാണ്? അവനറിയാം നത്തിങ് വിൽ ഹാപ്പൻ, ഹി ക്യാൻ സേ സോറി, ദാറ്റ്സ് ഇനഫ്. ഒരു പെണ്ണിന്റെ പുറത്തേക്ക് അവളുടെ സമ്മതമില്ല, അത് ചാടി വീഴാൻ പെർമിഷൻ കൊടുക്കുകയാണ്. ബിഗ് ബോസിൽ കുറെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൊണ്ടിട്ടിട്ട് എന്താ അവിടെ പ്രൊമോട്ട് ചെയ്യുന്ന സെക്ഷുവാലിറ്റിയോ? നിങ്ങൾ ഒരു വിഭാഗത്തിനെ മാത്രം ഓറിയന്റ് ചെയ്ത് അല്ലെങ്കിൽ ആ പറയുന്ന ട്രാൻസ് വിഭാഗത്തിനെ മാത്രം കൺസേൺ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ നടത്തിക്കൊണ്ട് പോ. ഞങ്ങളടുത്ത് കാണാൻ നിർബന്ധിക്കരുത്. അതെന്ത് അടിസ്ഥാനത്തിലാണ്? എന്ത് വൃത്തികെട്ട ഷോയാണിത്? നാണമുണ്ടോ മോഹൻലാലി? നിനക്ക് നാണമുണ്ടോ? ഒരു അല്പം ഉളുപ്പ്, ലേശം. ആരാ നീ? പിന്നെ ഇതിന്റെ താഴെ വന്നിട്ട് ചട്ടുകാലം മമ്മൂട്ടി. ഞാൻ മമ്മൂട്ടി ഫാനൊന്നുമില്ല. എനിക്ക് മമ്മൂട്ടിയെ ഒന്നും ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മമ്മൂട്ടിയാണ് ഇത് ഷോ കണ്ടക്ട് ചെയ്യുന്നത്. ഇതുപോലെ വർത്തമാനം പറഞ്ഞാൽ മമ്മൂട്ടിക്ക് തന്തയ്ക്ക് തള്ളക്കി വിളിക്കും. എന്ത് വൃത്തികേടാ അതിനകത്ത് കാണിക്കുന്നത്? അതിനകത്ത് പോയ പെൺകുട്ടികളുടെ ഫുൾ സെക്യൂരിറ്റി ഈ ബിഗ് ബോസിൽ നിക്ഷിപ്തമാണ്. ആ പെൺകുട്ടികളെ ഇങ്ങനെ അവഹേളിക്കാൻ അനുവദിച്ചു കൊടുക്കരുത്. കഴിഞ്ഞ അങ്ങേ പ്രാവശ്യം ശോഭയ്ക്ക് വേണ്ടി ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും വനിതാ കമ്മീഷനിലേക്കും ഇതുപോലെ ഇതിലേക്കും ഓൺലൈൻ ത്രൂ കേസ് കൊടുക്കുകയാണ് വേണ്ടത്. പെൺകുട്ടികൾ അതിനകത്തിട്ട് അവഹേളിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്? ശോഭയെ ടോർച്ചർ ചെയ്യുന്ന ഒരു രീതി കണ്ടിട്ടുണ്ടോ? ആ ധൈര്യം പുറത്തിറങ്ങിയിട്ട് അഖിൽമാരാര് വീണ്ടും ചെയ്തിട്ടുണ്ട് ശോഭയെ. അത് ധൈര്യ സമയത്ത് അതിനെ എതിർക്കാൻ കഴിയാതെ ഇന്നും കിണിച്ച് കിടക്കുകയാണ് ശോഭ. പെണ്ണെന്ന് പറഞ്ഞാൽ ശക്തയായിരിക്കണം. ലക്ഷ്മിയുടെ അടുത്ത് കാണിച്ചു നോക്ക്. ലക്ഷ്മി അപ്പൊ കാണിച്ചിരുന്നു നിനക്കൊക്കെ എന്താന്ന്. അതൊക്കെ സ്ട്രോങ് ലേഡീസാണ്. അതിനെ അങ്ങോട്ട് അടിച്ചു ഒതുക്കി പരത്തി അങ്ങ് നശിപ്പിച്ച് അങ്ങ് മൂലയെ കയറ്റിട്ട് നാണമുണ്ടോ എന്ന് ചോദിക്കുക. നിനക്ക് നാണമുണ്ടോ എന്നാണ് എൻ്റെയും ചോദ്യം. നാണം ഉണ്ടോടോ? എന്ത് നാണക്കേടാടോ? തൻ്റെ കൂടെ ആ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത പ്രവീൺ പുറത്ത് വന്ന് പറഞ്ഞ കാര്യം അത് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. തെളിവോട് കൂടിയാണ് പറഞ്ഞത്. നമ്മളല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ആകും തോന്നുന്നു. ഇവനെ വക്കാലത്ത് പറഞ്ഞ ഏതെങ്കിലും നാറികളുണ്ടെങ്കിൽ അവർക്കും കൂടെ കേൾക്കാനാണ്. എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ അറിയത്തില്ല. ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോള് പറഞ്ഞാൽ ഒരു എക്സ്റ്റെന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്നെക്കാട്ടി കൂടുതൽ അവിടെ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരുടെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ അതിനകത്തുണ്ട് എന്നുള്ളതാണ് സംഭവം. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അത് എടുത്ത് ചോദിക്കുന്നുണ്ട് ഈ കുട്ടികൾ. എടുത്ത് ചോദിക്കുമ്പോഴാണ് പറയണത് യെസ് അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്, നമ്മളത് കണ്ടിട്ടുണ്ട്. അത് അവർ ഉമ്മ വെച്ചെന്നാ പറ. അവർ തമ്മിലുള്ള ഇതല്ലേ? ഇറ്റ് ഈസ് ക്വൈറ്റ് പേഴ്സണൽ ലാലേട്ട, എന്നെ സഹായിക്കാൻ ലാലേട്ട. പിന്നെ ആ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് വിരകുന്നത് എന്തിനാ? ഒന്നിനു മുമ്പേ അനുമോളാണ് പ്രശ്നം. നിനക്ക് അനുമോളാണ് പ്രശ്നമെങ്കിൽ ഇറങ്ങിപ്പോടാ. നീ എവിടെ നിൽക്കുന്നത് എന്തിനാ? അനുമോളാണ് പ്രശ്നമെങ്കിൽ ഇറങ്ങിപ്പോ. എന്തിനാ അവിടെ നിൽക്കുന്നേ? നിനക്ക് അവളെ ഇട്ട് ഞവിടിക്കൊണ്ട് കിടക്കണം, അത്രയല്ലേ ഉള്ളൂ. നീ പോയി ഞവിട്. അവളെ കിട്ടിയില്ലെങ്കിൽ അടുത്തതിനെ കിട്ടും എന്ന് വെച്ചാൽ അവിടെ പെണ്ണുങ്ങളുണ്ട് അവനെ ഞവിടാനായിട്ട്. അതിന് കൂട്ടിരിക്കുന്നു. ഇതിനെ മാമാപ്പണി എന്നാ പറയുക മോഹൻലാൽ. സോറി ടു സേ ദിസ് ഈസ് കോൾഡ് മാമാപ്പണി. നിങ്ങൾ മാമയാണോ? മനസ്സിലാകാത്തോണ്ട് ചോദിക്കുന്നുണ്ട്. കോമൺ സെൻസ് ഉപയോഗിക്കുക. പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ കുറെ പ്രോഗ്രസീവ് തോട്ടുള്ള കുറെ പുതിയ ന്യൂജൻ ആൾക്കാരുണ്ട്. 2K കിഡ്സ് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പ്രോഗ്രസീവ് തോട്ട്സുകാരുണ്ട്. പ്രോഗ്രസീവ് തോട്ടുകാർ അവരവരെ അമ്മയെ കൊണ്ട് അവിടെ ആക്കി കൊടുക്കുക. അവരവരെ അമ്മയെ അവിടെ ഇട്ട് കളിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. തള്ളക്കേ വിളിക്കുള്ളൂ. ഇത് തള്ളക്കി വിളി കേൾക്കേണ്ട കേസാണ്.
ഓരോ പെൺകുട്ടികൾക്ക് ഇതൊരു വിചിന്തനം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. മറ്റുള്ളവർ നമ്മളെ സെക്ഷൽ അസാൾട്ട് ചെയ്യുമ്പോൾ റിയാക്ട് ചെയ്യണം പെൺകുട്ടികൾ. അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം ഇതാണോ ചെയ്യുന്നത്? അവൻ തൊട്ടാൽ കുഴപ്പമാണ്, അത് ബാഡ് ടച്ച് ആണെന്ന് വീട്ടിൽ പറഞ്ഞു കൊടുക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ലോകത്ത് ഇതുപോലെ ഒരു വൾഗാരിറ്റിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുട്ടികളെടുത്ത് പേടിപ്പിച്ചുകൊണ്ട് എന്താ മെസ്സേജാണ് ബിഗ് ബോസ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ എം റിയലി ഭയങ്കര ദേഷ്യമാണ് വരുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഈ വിഷയത്തിൽ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത്രയുമേ ഉള്ളൂ. താങ്ക് യു.